ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതേ നമ്മുടെ വീടിനടുത്തുള്ള പുന്നയ്ക്കാട്ട് ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ദക്ഷിണ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ മണ്ണടി ദേവിയുടെ പ്രതിരൂപമാണ് പുന്നയ്ക്കാട്ട് ശ്രീ ഭദ്രാദേവി എന്നാണ് പറയപ്പെടുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള കാരണം ഇവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. തോറ്റമ്പാട്ട് മഹോത്സവമാണ്. 10 ദിവസം തോറ്റമ്പാട്ടോടുകൂടി ഉള്ള മഹോത്സവമാണ് ഈ അമ്പലത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന ദിവസം തോറ്റമ്പാട്ടിൻ്റെ 7ാം ദിവസമാണ്. ഇന്ന് ദേവിയുടെ കല്യാണമാണ്. മാലവയ്പ് ചടങ്ങ് എന്നാണ് കല്യാണത്തിനെ ഈ തോറ്റമ്പാട്ട് പാടുന്നവർ വിശേഷിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ആചാരങ്ങളും ചടങ്ങുകളും കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇത്രയും നാൾ ഞാൻ കാണാതിരുന്നത് നഷ്ടമായി പോയി എന്ന് തോന്നി. ഇതുവരേക്കും ഞാൻ പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ചടങ്ങ് കാണാനായിട്ട് അവിടെ എത്തുന്നത്. അപ്പോൾ പിന്നെ അത് നിങ്ങളിലേക്കും ഒന്ന് എത്തിക്കണമെന്ന് കരുതി. കാരണം ഇതൊക്കെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് ചെറുക്കനെ സ്വീകരിക്കാനുള്ള താലപ്പൊലി ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരുക്കുകയാണ്. ഇത് ബീന ചേച്ചിയാണോ? ചേച്ചി അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ്. ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ചേച്ചിയാണ് കേട്ടോ. ബീന ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഈ കല്യാണത്തിനെ പറ്റിയുള്ള അറിവുകളൊക്കെ കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഈ കല്യാണം കാണാനായിട്ട് ഇവിടെ എത്തിയത്. കല്യാണത്തിന് വരുന്നവരൊക്കെ ഇങ്ങനെ ദേവിക്ക് സ്വീറ്റ്സ്, ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്ന് സമർപ്പിക്കും. നമ്മുടെ നിച്ചുകുട്ടനും ഫ്രണ്ട്സും എന്നാണ്ട് സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് സമർപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ നോർമൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഈ പ്രസൻറ്റേഷനൊക്കെ കൊണ്ടുപോകുന്നത് പോലാണെന്ന് തോന്നുന്നു ഇവിടെ ഈ സ്വീറ്റ്സും ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നത്. എനിക്കിതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ചെറിയ ചെറിയ അറിവുകൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയ അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തോറ്റമ്പാട്ട് കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഭക്തജനങ്ങൾ കൊണ്ട് സമർപ്പിച്ച കാണിക്കകളാണ് കേട്ടോ. അവിടെ ഇരിക്കുന്നതെല്ലാം ഇപ്പിടുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ദേവിയുടെ വാള് ശ്രീകോവിലിൽ നിന്ന് എടുത്ത് നമ്മുടെ അവിടെ ഈ പാട്ടമ്പലത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് വീഡിയോയിലേക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ തുടങ്ങുന്നത്. അവിടെ നിൽക്കുന്ന ഇവർ 6 പേരുണ്ടായിരുന്നു കേട്ടോ. ഈ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഈ അമ്മായി സങ്കല്പം ആണെന്ന് തോന്നുന്നു ഈ 6 പേര് ചെറുക്കൻ്റെ കൂടെ. ഈ കല്യാണത്തിനുള്ള സാമഗ്രികളെല്ലാം പിടിച്ചുകൊണ്ട് ചെറുക്കൻ്റെ ഒപ്പം വരുന്നത് ഇവരൊക്കെയാണ് കേട്ടോ. പൂമാല, അതുപോലെ ഉടയാട, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പിടിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇപ്പം ശ്രീകോവിലിൽ വലം വെച്ചിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ട് തൊട്ടടുത്തുള്ള ഒരു അമ്പലം ഉണ്ട്, മുറുവാദിക്കൽ ക്ഷേത്രം, അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് തൻ്റെ താലപ്പൊലി എല്ലാം കത്തിച്ചിട്ട് തിരിച്ച് നമ്മൾ പുന്നയ്ക്കാട്ട് ക്ഷേത്രത്തിലേക്ക് മടങ്ങുവാണ്. അങ്ങനെ തന്നെ പുന്നയ്ക്കാട്ട് ക്ഷേത്രത്തിൻ്റെ വാതിൽക്കലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരോടും പോയി ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുക്കനായിട്ട് ഒരുങ്ങുന്നത്, കല്യാണ ചെറുക്കനായിട്ട് ഒരുങ്ങുന്നത് അമ്പലത്തിലെ തിരുമേനിയാണ്, രാജീവ് തിരുമേനിയാണ് ചെറുക്കനായിട്ട് ഒരുങ്ങുന്നത്. അങ്ങനെ ചെറുക്കനെ സ്വീകരിക്കൽ ചടങ്ങാണ് ഈ നടക്കുന്നത്. നോർമൽ ഒരു കല്യാണത്തിന് എങ്ങനെയാണോ ചെറുക്കനെ സ്വീകരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. സ്വീകരിച്ച് മാലയിട്ട് ചെണ്ട് കൊടുത്ത് നാരങ്ങയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കിതൊക്കെ ഒരു പുതിയ കാഴ്ചകളായിരുന്നു, പുതിയ അറിവുകളായിരുന്നു. കല്യാണ ചെക്കനും കൂട്ടരും ശ്രീകോവിൽ വലം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ താലപ്പൊലിയെല്ലാം കൊണ്ട് നമ്മുടെ ശ്രീകോവിലിൻ്റെ തിരുനടയിൽ വയ്ക്കുവാണേ. അത് കഴിഞ്ഞിട്ട് പാട്ടമ്പലത്തിലേക്ക് ചെക്കനെയും കൂട്ടരെയും ആനയിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അവിടെ പായൊക്കെ ഇട്ട് കൊടുത്ത് ചെക്കനെ അവിടെ ഇരുത്തുവാണ്. ഇത് കഴിഞ്ഞ് തോറ്റമ്പാട്ടിൻ്റെ 2 ഭാഗങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് മാലവയ്പ് ചടങ്ങ് നടക്കുന്നത്, അതായത് കല്യാണം നടക്കുന്നത്. കല്യാണം കൂടാനായിട്ട് വന്നവരാണ് ഈ കാണുന്നതെല്ലാം. കല്യാണത്തിൻ്റെ മാലയും കാര്യങ്ങളും എല്ലാം തിരുമേനിയെടുത്ത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുവാണ്.
പിന്നെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം തുടങ്ങിയ സമയമായപ്പോഴേക്കും തോറ്റംപാട്ട് ഇങ്ങനെ പാടി വരുന്ന ആ ഓരോ രീതിക്ക് അനുസരിച്ചാണ് കേട്ടോ ഈ ഓരോ ആചാരങ്ങളും നടക്കുന്നത്. തോറ്റംപാട്ട് ഒന്ന് കേട്ടിട്ട് വരാം. ദേവിയുടെ മാലവെയ്പ്പ് ചടങ്ങിനെ പറ്റി പറയാൻ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ ആധികാരികമായിട്ട് അറിയാത്തത് കൊണ്ട് ഇത്രയും പറയാം. ഭദ്രകാളി ദേവിയെ മാല വയ്ക്കുന്നത്, അതായത് കല്യാണം കഴിക്കുന്നത് ബാലകനാണ്. ആ ബാലകനായിട്ട് ഒരുങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ രാജീവ് തിരുമേനി. അങ്ങനെ തന്നെ കല്യാണം തുടങ്ങി ആദ്യത്തെ മാല നമ്മുടെ തന്ത്രി എടുത്ത് നമ്മുടെ ശ്രീകോവിലിലെ ദേവിയുടെ വിഗ്രഹത്തിൽ കൊണ്ട് ചാർത്തും. രണ്ടാമത്തെ മാല നമ്മുടെ രാജീവ് തിരുമേനി എടുത്ത് തന്ത്രിയുടെ കൈ കൊടുക്കും. അത് ദേവിക്ക് തന്ത്രിയാണ് ചാർത്തി കൊടുക്കുന്നത്. നമ്മൾ വാള് കൊണ്ടൊരുക്കി വെച്ചിട്ടുണ്ടല്ലോ പാട്ടമ്പലത്തിൽ, ആ വാളിലേക്ക് ചാർത്തി കൊടുക്കുവാണേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുഷ്പ സമർപ്പണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നേരത്തെ നമ്മുടെ എല്ലാം കയ്യിൽ പുഷ്പം തന്നിട്ടുണ്ടായിരുന്നു. ആ പുഷ്പം നമ്മൾ രണ്ട് കൈ കൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ ഇഷ്ടം പറഞ്ഞ് ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം. അതനുസരിച്ച് തന്നെ എല്ലാവരും പുഷ്പം സമർപ്പിക്കുകയാണ്. മാത്രമല്ല മാംഗല്യ തടസ്സമുള്ളവർക്ക് ദേവിക്ക് താലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ആ സമയത്ത് അവിടെ അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ അതും എല്ലാവരും കൊണ്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ ഇങ്ങനെ താലത്തിൽ കൊണ്ടുപോകുന്നതൊക്കെ അതാണ് കേട്ടോ. പുഷ്പ സമർപ്പണ സമയമായപ്പോഴത്തേക്കും കറക്റ്റായിട്ട് മണിയണ്ണ എത്തിയിട്ടുണ്ടായിരുന്നു. മണിയണ്ണ തൊഴുത് വന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പിന്നെ ഞാൻ ദാണ്ട പോയി പുഷ്പമൊക്കെ സമർപ്പിച്ച് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അമ്മയോട് പറഞ്ഞു. പിന്നെ ദാണ്ട ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ഈ സമർപ്പിക്കുന്നത് പൊലിയാണ് കേട്ടോ. പൊലി എന്ന് പറഞ്ഞാൽ എന്താ, കല്യാണത്തിന് പൊലിക്കൊന്നും അറിയത്തില്ലേ, പൈസ കൊടുക്കാൻ പോകത്തില്ലേ, അതിനാണ് കേട്ടോ. കല്യാണം എല്ലാം കഴിഞ്ഞ് തിരിച്ചമ്മയുടെ ആ ഒരു വാള് തിരിച്ച് ശ്രീകോവിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയുടെ മാലവയ്പ്പ് ചടങ്ങ് മനോഹരമായി കഴിഞ്ഞു. അതിനുശേഷം അന്ന് തോറ്റംപാട്ട് നടത്തിയവർക്ക് അവിടെ നിന്ന് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കാരുണ്യം കൊണ്ട് അതിന് ഭാഗമാകാൻ നമുക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദമാണ് മണിയണ്ണൻ പോയി വാങ്ങിച്ചത്. ആദ്യം കുറച്ച് പേര് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം 10 പേരങ്ങാണ്ട് ചേർന്നാണ് അന്നത്തെ തോറ്റംപാട്ട് നടത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ദേവിക്ക് സമർപ്പിച്ച ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഭക്തജനങ്ങൾക്കെല്ലാം വീതിച്ച് കൊടുക്കുന്നതിൻ്റെ തിരക്കാണ് അവിടെ. ക്യൂ നിന്ന് എല്ലാവരും വാങ്ങിക്കണം. അങ്ങനെ ക്യൂ നിന്ന് ഞാനും ധനി ചേച്ചിയും കൂടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം ക്യൂ നിന്ന് കേട്ടോ ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ കാണണം, ലഡു, ഉണ്ണിയപ്പവും കുറേ മുട്ടായി, ഇതെല്ലാം ഭക്തജനങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് കേട്ടോ. അതെല്ലാം ഭക്തജനങ്ങൾക്ക് തന്നെ തിരിച്ച് വീതിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ണാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ നിന്നപ്പോൾ ഇവരെ കണ്ടോന്ന് വീഡിയോ എടുത്താണ്. ഇത് യദുവാണ് കേട്ടോ. യദുവിൻ്റെ അമ്മയും അമ്മാമ്മയുമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്തുള്ള. ഇത് നിച്ചിക്കുട്ടൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നിച്ചിക്കുട്ടനും അവൻ്റെ ടീമുമാണ് കേട്ടോ. സെൽഫിയുടെ കാര്യം മറക്കരുതല്ലോ. അങ്ങനെ ഞാനും ധന്യ ചേച്ചിയും പിന്നെ കാർത്തിക ചേച്ചിയും കൂടി ഒരു സെൽഫി അങ്ങോട്ട് എടുത്തു.
അമ്പലത്തിലെ തിരുമേനിമാരും തന്ത്രിയുമാണ്. ഇടത്ത് നിന്ന് നമ്മുടെ രാജീവ് തിരുമേനിയാണ്, ബാലകനായ തിരുമേനിയാണത്. രണ്ടാമത്തേത് സതീശൻ തിരുമേനി നടുക്ക്, പിന്നെ തന്ത്രിയാണ്. ക്ഷേത്രം തന്ത്രി സൂര്യമംഗലത്ത് ബ്രഹ്മശ്രീ TK മഹാരാജൻ തന്ത്രിയാണ്. സെക്രട്ടറി ബീന ചേച്ചിയുമായിട്ട് ഒരു സെൽഫി എടുത്തു. പ്രസിഡന്റ് നമ്മുടെ രാജീവ് തിരുമേനി തന്നെയാണ്. ഇവരുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ ഇത്. ഈ ബീന ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ രാജീവ് തിരുമേനി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോ കാണാതെ വരയ്ക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.